ശക്തമായ കാറ്റ് ഒരു കാറ്റുണ്ടാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു അറപ്പുണ്ടാകും. കാറ്റത്ത് എങ്ങനെ ഓടണം, നമ്മളിതിനകത്ത് വെള്ളം എങ്ങനെ ഓടണം എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ മനസ്സിനകത്തുണ്ട്. എന്നാലും നമുക്ക് പക്ഷേ കര വന്നേ പറ്റൂ. ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈ ബോട്ട് അവിടെ ഇല്ല. ഇത് കണ്ട് ആൾക്കാർ പോയി ഇവരോട് പോയി പറയുമ്പോഴേക്കും അവർ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും 2 പോയ കൊടുത്തിട്ട് പറഞ്ഞെന്ന് നിങ്ങൾ പോയി ഇത് വിട്ടുകൊടുത്തവരെ പോയി പിടിക്കുക, ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഇത് നിർമ്മാണ പിഴവ് മൂലം സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴ് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനീയറെയും കോൺട്രാക്ടറെയും ഗവൺമെൻറ് വെറുതെ വിടും. ഇവിടെ ഇത്രയും ആൾക്കാർ സംഭവമായി, ഇത്രയും ആൾക്കാർ മരിച്ചിട്ട് ഈ നിർമ്മാണം നടത്തിയ ഈ ഒരു കമ്പനിക്കെതിരെ ഇവർ എന്താ ആക്ഷൻ എടുത്തിട്ടുണ്ട്? ഇപ്പം ഞാൻ പറയാം, ഏത് മത്സ്യത്തൊഴിലാളിയാണ് ഈ മുതലപ്പൊഴി ഡ്രഡ്ജ് ചെയ്യേണ്ട എന്ന് പറയും. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ 3 മാസവും ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം ഉണ്ടവിടെ. ഈ 3 മാസം അവിടെ ഡ്രഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ സമയങ്ങളിൽ ഡ്രഡ്ജിങ് വേണ്ടെന്ന് ഒരു മത്സ്യത്തൊഴിലാളികളും പറയില്ല എന്നുള്ള ഞങ്ങൾക്ക് നല്ല വിശ്വാസം. ചെറിയ 2-3 ആൾക്കാർക്ക് ഇരിക്കാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കൂടാരം പോലെ അവിടെ ചെയ്യണം. രാത്രിയിൽ ഇവരെ അവിടെ ഡ്യൂട്ടിക്ക് പോകും. ഓരോ സൈഡ് 3 ആള് വീതം അവിടെ രാത്രിയിൽ ജോലിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 98% ഈ മരണസംഖ്യ ഒഴിവാക്കാം. കടലിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ അവകാശങ്ങളില്ലേ? കരയിൽ ഒരാൾ മിസ്സായി കഴിഞ്ഞാലോ ഒരാൾ മരിച്ചു പോയാലോ കിട്ടുന്ന പരിഗണന പോലും കടലിൽ പോകുന്നവർക്ക് കൊടുക്കേണ്ടെന്നാണോ? മുതലപ്പൊഴി ഹാർബറിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ നടക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതലപ്പൊഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ, ഒരു മരണങ്ങൾ പൊഴിയുന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ നേരത്തെ തൊട്ടിട്ട് മുതലപ്പൊഴി ഹാർബർ വഴി മത്സ്യബന്ധനത്തിന് പോയിരുന്ന ഒരാളാണല്ലോ അല്ലെ? ഇപ്പോഴത്തെ ഈ ഡിസൈൻ ചേഞ്ച് വന്നപ്പോ തൊട്ടിട്ടേ എന്തൊക്കെ മാറ്റങ്ങളാണ് മുതലപ്പൊഴിക്ക് സംഭവിച്ചിരിക്കുന്നത്? പുതിയതല്ല, നേരത്തെ തന്നെ മുതലപ്പൊഴി മരണപ്പൊഴി എന്ന് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഈ അടുത്താണല്ലോ പുതിയ ഡിസൈൻ ചേഞ്ച് വന്നത്. അതിന് മുതലപ്പൊഴി കൂടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാ തോന്നിയിട്ടുള്ളത്? മുതലപ്പൊഴിയിലൂടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് അവിടെ മണ്ണടിയുന്നത് ഒരു പ്രശ്നം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ഈ കായല്, നമ്മുടെ ഇവിടുത്തെ ഈ 3 കായലിൽ നിന്നാണ് ഇതിലോട്ട് വെള്ളം ഈ മുതലപ്പൊഴിയിലോട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ ഈ വർക്കല പോകുന്ന ഒരു ലൈനുണ്ട്, പിന്നെ ആറ്റിങ്ങിലോട്ട് പോകുന്ന ഒരു ലൈനുണ്ട്, പിന്നെ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഭാഗത്ത് പാർവതി പുത്തനാറ്, ഇത് ഇങ്ങനെ ഈ ലൈനിലെല്ലാം വരുന്ന വെള്ളവും ഇതിലെയാണ് തള്ളിപ്പോകുന്നത്. കാരണം വേളിപ്പൊഴി അധികകാലവും മുടിയാ കിടക്കുന്നത്. ഇത് ഹാർബർ ആയതിനു ശേഷം ഈ വെള്ളം ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ഇതിലാ വരുന്നത്. ഇതിലെ വരുമ്പോഴേക്കും ഒഴുക്ക്, വെള്ളത്തിന്റെ ഈ ഉള്ളിലോട്ടുള്ള ഒഴുക്ക്, ഇറക്കം കൂടുതലാണ്. ഇറക്കം കൂടി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ചെറിയ കാറ്റായിരുന്നാലും 10 കിലോമീറ്റർ 15 കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ട്. അതായത് കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്ന കാറ്റുണ്ടായിരുന്നാലും അപ്പോഴെ തന്നെ ഈ വെള്ളവും ഈ ഇറങ്ങിപ്പോകുന്ന വെള്ളം അവിടെ നിന്ന് വരുന്ന ആ തിരയും, ഞങ്ങൾ പറയുന്നത് ഉയവെന്നാണ്. അതായത് തിര, ചെറിയൊരു തിര വന്നിരുന്നാലും ശരി, ഇവിടെ വരുമ്പോഴേക്കും അത് വലുതാകും. വളരെ വലുതാണ്. നമ്മൾ സാധാരണ മറ്റുള്ള മേഖലകളിൽ അടിക്കുന്ന കടലിനെക്കാളും വലിയ രീതിക്കാണ് തിരയുടെ സ്വഭാവം ആ പോയിന്റിൽ വെച്ച് മാറും. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന പറയുമ്പോഴേക്കും ഇത് ഒരു സ്ഥലത്തല്ല. ഇപ്പൊ നമുക്ക് ഈ വെള്ളം വന്നിങ്ങനെ തട്ടി ഇവിടെ വന്ന് തട്ടിയിട്ട് ഇവിടെ തന്നെ അടിക്കണം. അപ്പൊ അത് ഒരു ഏരിയ കവർ ചെയ്ത് മാത്രം. പക്ഷെ ഇവിടെ ഈ മുതലപ്പൊഴിയിൽ അങ്ങനെ നമുക്ക് അറിയാം അല്ലെ, അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷെ മുതലപ്പൊഴിയിൽ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ ഒരു തിര അടിച്ചു കഴിഞ്ഞാൽ അടുത്ത തിര ഇവിടെ. അപ്പോൾ ഇങ്ങനെ മാറിയാണ് അടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇറങ്ങി പോകുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഈ തിട്ടകളുണ്ട്. ഇതിനകത്ത് തന്നെ മൺതിട്ടകളുണ്ട്. ഇപ്പൊ ഈ തിട്ടയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് വലുതാകുന്നത്. ഈ തിട്ടയിലടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്നത് ഈ തിട്ടയിൽ വരുമ്പോഴേക്കും കടലായി, ഇത് മറ്റേ കടലായി ഒടി. മറ്റത് ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ തട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് അത് വലുതാകണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തട്ടാതെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചത് പൊടി. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു പോയിന്റ് ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. കൃത്യമായ ഒരു പോയിന്റ് ഇല്ല അവിടെ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മണലടി എന്നതാണ്. മണലിങ്ങനെ അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കോ, അതിന്റെ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കോ? ഇല്ല, മണല് സ്ഥലം മാറത്തില്ല. ഇത് വന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ഏരിയ അതായത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഇത് ഇവിടെ നിന്ന് അടിയുന്നത്. അതിന്റെ ഒരു അളവിന് വരുമ്പോഴേക്കും
അതിന്റെ അളവിന് വന്നതിന് ശേഷമാണ് പിന്നെ അത് അപ്പുറത്തോ ഇപ്പുറത്തോ മാറുന്നത്. പക്ഷെ ഇത് പുറത്തോട്ട് പോകത്തില്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് തന്നെ മൂടിപ്പോയത്. ഹാർബറിന്റെ മൊത്തം മൂടിപ്പോയത്. നമ്മളെല്ലാരും കണ്ടല്ലോ, എത്രയെങ്കിലും മണലാണ് അവിടെ മൂടിയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് അത് കാലവർഷം കഴിഞ്ഞിട്ട് സംഭവിച്ചതാണ്. കാലവർഷത്തിന് മുമ്പ് അത് സംഭവിച്ചില്ല, കാലവർഷം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതാണ്. പക്ഷെ അത് മൂടി വിട്ടില്ല, അത് തുറന്നു വിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ മേഖലയിലുള്ള കരയിലുള്ള കുറെ സ്ഥലങ്ങൾ കാണാതെ പോയത്. നമ്മുടെ ഈ മുതലപ്പുഴ എന്ന് പറയുന്ന സാധനം ഇത് തനിയെ തുറക്കുന്നതല്ല, മൂടി കഴിഞ്ഞിരുന്നാൽ അത് മൂടി തന്നെ കിടക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് തുറക്കണം. അതാണ് ഈ മുതലപ്പുഴയുടെ പ്രത്യേകത. അത് മൂടി പോയി കഴിഞ്ഞിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒരു തവണത്തെ വിഷയം നമുക്കറിയാം. ഈ പാലം കെട്ടുന്ന സമയത്ത് ഇവർ ഈ പാലത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇത് അടച്ചടച്ച് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു മഴ പെയ്തു ഒരു ദിവസം. ഏകദേശം കടനംകുളം പഞ്ചായത്തിന്റെ ഏകദേശം ഭാഗവും വെള്ളത്തിലായി. അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്, ചെറിയങ്കീഴ് ഭാഗത്തും ഇങ്ങനെ ഈ നമ്മുടെ അഴൂര്. അപ്പൊ ഈ നാല് പഞ്ചായത്താണ് അത് ബാധിച്ചത്. അങ്ങനെ പെട്ടെന്ന് അവരത് തുറന്നതിന്റെ കാരണം കൊണ്ടാണ് അവിടുത്തെ വെള്ളം ഒഴുകിപ്പോയത്. അപ്പൊ ഈ ഒരു പൊഴി അടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. ചേട്ടൻ അവിടെ നിന്ന് തന്നെയല്ലേ എപ്പോഴും കടലിലേക്ക് പോകുന്നേ? ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത്? ഞങ്ങൾ പോകുന്നെന്ന് പറയുന്നത് അതായത് രണ്ട് സമയം. അതിന്റെ പകല് ജോലിക്കും പോകും, രാത്രിയിൽ ജോലിക്കും പോകും. പകല് ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചില മീനിന്റെ സീസൺ അനുസരിച്ച് 1 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ പോകുന്നവരുണ്ട്. അതായത് പാതിരാത്രി 1 മണി മുതൽ പുലർച്ചെ 6 മണി വരെ പോകുന്നവരുണ്ട്. പിന്നെ രാത്രിയിൽ പോകുന്നവര് വൈകുന്നേരം ഒരു 2-3 മണി മുതൽ ഏകദേശം 5:30-6 മണി വരെ പോകുന്നവരുണ്ട്. ഇത് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ പകല് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, രാത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ രണ്ട് വിഭാഗവും 2 സമയത്തിലാണ് പോകുന്നത്. അപ്പൊ ഈ 2 സമയം പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തൂടെയാണ് രണ്ട് പോകുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഈ മറ്റേ വലിയ വള്ളങ്ങളുണ്ട്, ഈ താങ്ങുവള്ളം. ഈ താങ്ങുവള്ളക്കാര് അവർക്കും ഈ 2 മണി 3 മണി 4 മണി അല്ലാന്നുണ്ടെങ്കിൽ 7 മണി 8 മണി രാത്രി 2 മണി 3 മണിക്ക് ഇറക്കും. അതുപോലെ തന്നെ രാവിലെ 7 മണി 8 മണിക്ക് ഇറക്കി പോകുന്നവരും. അപ്പൊ അതുപോലെ തന്നെ രാത്രിയിൽ രാത്രികളിൽ ഇവർ തിരിച്ചു കയറാറുണ്ട്. അപ്പൊ ഇതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളും പോകുകയും വരികയും ചെയ്യുന്നത്. ഇപ്പൊ 1 മണിക്ക് പോകുന്നവൻ പകൽ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് വന്നു കയറും. രാവിലെ പോകുന്നവൻ നേരം വെളുത്ത 5 മണി 6 മണിക്ക് പോകുന്നവൻ വൈകുന്നേരം 6 മണിക്കോ 5 മണിക്കൊക്കെ തിരിച്ചു വരും. അതായത് അവന്റെ പണിയുടെ ഇതനുസരിച്ച് സ്വഭാവം അനുസരിച്ചിരിക്കും. അവന് പണിയുണ്ട്, അത്യാവശ്യം പണിയുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ വരും. കാരണം ഈ മീന് നമുക്ക് വിൽക്കണമല്ലോ, വിൽക്കാൻ കണക്കിന് അത് വരും. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. അങ്ങനെയൊക്കെയാണ് ഈ വരുന്നത്. അപ്പൊ രാത്രിയിൽ പോകുന്നവര് വലപ്പണിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോ ഒറ്റപ്പാടായിരിക്കും. ഒറ്റപ്പാടെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് വല വിട്ടിട്ട് 8 മണി 9 മണിയാകുമ്പോഴേക്കും വല പിടിച്ച് വലിക്കും. ഒറ്റപ്പാടാന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം ഇങ്ങനെ നീട്ടും, ഒറ്റ പ്രാവശ്യം നീട്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ട് 2, 3, 4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വലിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. വലിയ നീട്ടുവല. അപ്പൊ അത് ഇങ്ങനെ വലിച്ച് വെള്ളത്തിലാക്കിയിട്ട് നേരെ കരയ്ക്ക് വരും. ചിലപ്പോഴ് പണി മോശമാണെന്നുണ്ടെങ്കിൽ പണിയില്ല എങ്കിൽ പറയാം 2ാം പാടുകൂടാണ്. അപ്പൊ ഇതെല്ലാം വലിച്ച് റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും വന്നിട്ട് അവർ 2ാമത് വല വിട്ട് അത് വലിച്ചെടുത്തിട്ട് വരുമ്പോഴേക്ക് നേരെ വിളക്കും. അങ്ങനെ വരുന്നത് ഇതാണ് ഈ സംഭവം. ഈ രാത്രിയിലും പകലിലും ഒരുപോലെ പോക്കുവരവുള്ള സ്ഥലമാണ് മുതലപ്പുഴ. രാത്രിയിൽ പകൽ ഒരുപോലെ പോക്കുവരവുണ്ട്. ഈ അവിടെ ഞാൻ മുമ്പ് കണ്ടപ്പോഴേ ലൈറ്റ് ഇടാത്തൊരു പ്രശ്നം തുടക്കകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പരിഹരിച്ചോ? ഇപ്പൊ സോളാർ ലൈറ്റ് ഒരു 2-3 എണ്ണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ സമയവും കത്തണമെന്നില്ല. അപ്പൊ നമ്മളേക്ക് മനസ്സിലാവില്ലല്ലോ. നമുക്കെന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാം നിശ്ചയിക്കുന്നത്, എല്ലാം കാണുന്നത് ഒരു നിഗമനത്തിലൂടെയാണ്. ഇരുട്ടത്തും നമ്മളുടെ ദിശ ഇതാണ്, നമ്മളുടെ സ്ഥലം ഇതാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ, ഒരു നിഗമനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ ചിലപ്പോഴൊക്കെ ചില ആൾക്കാർക്ക്, കരയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണം. ഞങ്ങൾക്ക് ചിലപ്പോൾ കാണും രണ്ട് സൈഡ് രാത്രിയിലാകുമ്പോഴേക്കും ഈ കറുപ്പ്, രാത്രിയുടെ കറുപ്പ് കൂടും.
കൂടുന്നതനുസരിച്ച് നമ്മൾ ഇവിടെ എന്തോ ഉണ്ട്. രാത്രി കറുപ്പ് കൂടുന്നതനുസരിച്ച് ഇവിടെ എന്തോ ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് നോക്കുമ്പോഴേക്കും ഇവിടെ എന്തോ ഉണ്ട്. അപ്പൊ നമ്മൾ വരുന്നത് ഇവിടെ, നമ്മൾ ഈ മുതലപ്പുഴയിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആദ്യം നോക്കുന്നത് 2 കല്ലിന്റെയും കറുപ്പാണ്. രണ്ട് അതിരിന്റെയും അത് വെട്ടങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ആ 2 അതിരിന്റെയും കറുപ്പുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ കറുപ്പ് അനുസരിച്ച് ഇത് ഒരറ്റം ഇതൊരറ്റം, ഇതിന്റെ സെന്ററിൽ കൂടിയാണ് നമ്മൾ പോയി വരിക. അപ്പൊ ഇതിവിടെ ഭയങ്കര അപകടമല്ലേ, കല്ല് വീഴുകയും ഈ കല്ല് വീഴുന്നത് കടല് ഈ ശക്തമായ തിരയടി ഉണ്ടാകുമ്പോഴേക്കും കല്ല് അവിടെ നിന്ന് അടിച്ചു മറിച്ചളയും. നമ്മുടെ കടലിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഏത് സംഗതി ആയിരുന്നാലും ശരി, നിങ്ങൾ കൊണ്ട് വച്ചു കഴിഞ്ഞിരുന്നാല് അടിച്ചു മറിക്കണമെന്നുള്ള രീതിക്കുള്ള കടലുണ്ട് ഇവിടെ. അത് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഏത് കല്ലായിരുന്നാലും ശരി അവിടെ നിന്ന് അടിച്ചു മറിച്ചളയും. അത് മുതലപ്പുഴയിൽ നമ്മൾ പല പ്രാവശ്യം കാണുന്നതാണ്. അവിടെ അവർ മറ്റേ ഈ ടെട്രോപോഡ് അതൊക്കെ കൊണ്ട് അടുക്കി ഇങ്ങനെ കൂമ്പാരം അടുക്കി വെച്ചിരുന്ന സാധനം വരെ അകത്ത് കളയും. അതാണ് നമ്മുടെ കടലിന്റെ സ്വഭാവം. അപ്പൊ അത്രയ്ക്കും ശക്തമായ ഒരു തിരമാല സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മളുടെ ഈ മേഖല, ഈ തിരുവനന്തപുരം ജില്ല. രാത്രി പോവാറില്ലേ? പകലും പോവാറുണ്ട്. അപ്പൊ നമുക്ക് ഈ കാണാതെ നിഗമനാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഉള്ളിൽ എന്താ തോന്നുക? പേടിയുണ്ടോ? ചിലപ്പോഴൊക്കെ പേടി ഉണ്ടാവുന്ന ഈ ശക്തമായ കാറ്റ്, ഒരു കാറ്റുണ്ടാവുമ്പോൾ നമുക്കൊരു ചെറിയൊരു അറപ്പുണ്ടാവും. കാറ്റത്ത് എങ്ങനെ ഓടണം, നമ്മൾ ഇതിനകത്ത് വെള്ളം എങ്ങനെ ഓടണം എന്നുള്ള ഒരു ടെൻഷൻ മനസ്സിനകത്തുണ്ട്. എന്നാലും നമുക്ക് പക്ഷെ കര വന്നേ പറ്റൂ. ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ല. അത് അവിടെ വന്നിട്ട് ആ സാഹചര്യം അപ്പോഴെങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കയറണം. അപ്പൊ വന്ന് നോക്കും, സാഹചര്യം നോക്കും. ഫ്രണ്ടിൽ പോയ, അതായത് ഇതിന്റെ ഓളങ്ങളുണ്ടല്ലോ, ഈ ഓളങ്ങൾ ഫ്രണ്ടിൽ പോയ ഓളത്തിന്റെ ദൂരവും ബാക്കിൽ നിന്ന് വരുന്ന ഓളത്തിന്റെ ആ ഇതും നോക്കിയിട്ട് ഗ്യാപ്പിലൂടെയാണ് ഓടിക്കയറുന്നത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളെക്കാളും സ്പീഡിൽ ഈ തിര വരാം. നമ്മൾ ഓടുന്നതിനേക്കാൾ നമ്മൾ ചിലപ്പോൾ ഒരു 30 കിലോമീറ്റർ അല്ലെ 35 കിലോമീറ്റർ 25, ഇപ്പൊ എഞ്ചിൻ ഏതൊക്കെ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ എഞ്ചിനനുസരിച്ചുള്ള സ്പീഡുള്ളൂ. അപ്പൊ ഈ സ്പീഡിനനുസരിച്ച് നമ്മുടെ സ്പീഡേക്കാളും കൂടുതൽ സ്പീഡിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വന്ന് അത് തള്ളിക്കൊണ്ടു പോകും. ഈ തള്ളിക്കൊണ്ട് പോകുന്ന പോക്കിലാണ് ഇപ്പൊ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്, മറിഞ്ഞു പോകും അല്ലേ? ഇത് നമ്മൾ ഇപ്പൊ ഈ ഹാർബറിന്റെ മോഡൽ അനുസരിച്ച് നമ്മളെ കടൽ തള്ളിക്കൊണ്ട് പോകുന്നത് അപ്പുറത്തെ കല്ലിലോട്ടാണ്. വീതി കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഈ മൗത്ത് ഇരിക്കുന്നത് ഒരു വടക്ക് പടിഞ്ഞാറ് നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ തെക്ക് കരയിലോട്ടാണ് ഓടേണ്ടത്. അപ്പൊ തെക്ക് കരയിലോട്ട് ഓടുമ്പോഴേക്കും ഈ തിര വരുന്നതും വടക്ക് പടിഞ്ഞാറിന് തെക്ക് കരയിലോട്ടാണ് വരുന്നത്. കാരണം ഈ കാലാവസ്ഥയ്ക്ക് ഈ മൺസൂൺ കാലത്ത് സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഈ വടക്ക് ഉള്ളിൽ നിന്നും തെക്ക് കരയിലോട്ട് തിരമാല വരുന്നത്. അപ്പം ഇപ്പൊ ഇതിന്റെ ഈ ഹാർബറിന്റെ മൗത്ത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ്, ചെറുതുമാണ്. അപ്പൊ അത് ഒരു ഓട്ടം നമ്മൾ പറയുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു 25 ഒരു 30 മീറ്റർ ഒക്കെ എടുത്തുകൊണ്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പേടിച്ചു പോകും. അതിന്റെ സ്പീഡ് അത് നമ്മളെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പേടിക്കും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പോണ പോക്കിൽ ആ കല്ലിൽ പേടിച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ഓടി ആ കല്ലിൽ കൊണ്ട് വെള്ളങ്ങളടിച്ച് മറിച്ച് ആ വെള്ളങ്ങൾ എപ്പോഴും ചിലപ്പോൾ അവിടെ തവിട് പിടിയായിട്ടൊക്കെ കല്ലിപ്പോഴും കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇതനുസരിച്ച് ഇത് കല്ലിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം വെട്ടിക്കുമ്പോഴാണ് ഈ വെള്ളം പിടിച്ച് മറിച്ചളയണം. മറിക്കുമ്പോഴേക്കും പിടുത്തമൊന്നും ഇല്ലല്ലോ, ആൾക്കാർ വെള്ളത്തിൽ വീണു പോകും. അപ്പൊ വെള്ളവും പിടികിട്ടത്തില്ല, വെള്ളവും ആളും തമ്മിൽ ഒരുപാട് ദൂരമാകുമ്പോഴേക്കും ഈ ഓളത്തിന് ഈ വെള്ളത്തിനടിച്ച് കല്ലിലോട്ടും കൊണ്ടുപോകും, വെള്ളം ഇറക്കത്തിന് ആൾക്കാരെ ഉള്ളിലോട്ടും കൊണ്ടുപോകും. അയ്യോ, അപ്പൊ നമുക്ക് പിടുത്തം കിട്ടത്തില്ല. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കിടന്നിട്ട് നമുക്ക് ഇപ്പോ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ എടുക്കാൻ ആളില്ല, ഇപ്പൊ കരയിലോട്ട് നമുക്ക് പോകാനും പറ്റുന്നില്ല. ഇപ്പൊ ഉള്ളിൽ പോയി എടുക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ആരായിരുന്നാലും ഏതെങ്കിലും കല്ലിലോട്ട് പോകാൻ പിടുത്തം കിട്ടാൻ നോക്കും. അപ്പൊ അവിടെ പോകുമ്പോഴാണ് ഈ തിരയടിയിൽ നമ്മൾ അടിച്ച് അതിന്റെ അടിയിൽ കൊണ്ടുപോയി ചിലപ്പോൾ കല്ലിന്റെ ഇടയിലായി പോകും, അല്ലാന്നുണ്ടെങ്കിൽ കല്ലിൽ ഇടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബോധക്ഷയം സംഭവിക്കാം. ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ ആളെ കിട്ടാതെ, പിന്നെ അതിനെയും മറികടന്ന് ചിലര് ആ കല്ല് പിടിച്ച്
എങ്ങനെയെങ്കിലും അതിന്റെ പുറത്തൂടെ കയറി ഒരുപാട് എണ്ണം രക്ഷപ്പെടുന്നു, ഒരുപാട് പേര് രക്ഷപ്പെട്ടു. ചിലപ്പോ അങ്ങനെ പറ്റാണ്ട് വരുമല്ലേ? പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ കല്ലിന്റെ ഇടയിൽ കുടുങ്ങി പോകുന്നുണ്ടോ, അതല്ല എന്ത് സംഭവിക്കണം എന്നറിയത്തില്ല. ആൾക്ക് മൊത്തത്തിൽ ഇപ്പം പോകുന്ന ആള് ഏതായാലും നമ്മളുടെ ഒരു വിശ്വാസ പ്രകാരം 3-ാം ദിവസം ഈ കടലിൽ മരിച്ചു കഴിഞ്ഞാൽ 3-ാം ദിവസം ആള് പൊങ്ങുമെന്നാണ്. പക്ഷെ ഇവിടെ കിട്ടാതെ പോയി, ഇവിടെ നമ്മുടെ പുഴയിൽ നിന്ന് പോയിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് ഒരുപാട് പേര് കിട്ടാതെ പോയി. കിട്ടാതെ പോയവർക്ക് എന്ത് സംഭവിച്ചാണ് കിട്ടാതെ പോയെന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ഇവിടെ ഈ വയർ പൊട്ടി പോകുന്നൊന്നും അറിയാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് ചടി കിട്ടി കല്ലിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് വയറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഇവർക്ക് പൊങ്ങാൻ ഈ ലാസ്റ്റ്ലി ബോഡിക്ക് പൊങ്ങാൻ പറ്റാതാകുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേര് പോയതിൽ 2 പേര് നഷ്ടപ്പെട്ടതിൽ ഒരാള് കണ്ണാന്തറ കരയിൽ കയറി കിട്ടി, ഒരാളെ കിട്ടിയില്ല. എന്ത് സംഭവിച്ചെന്നും അറിയില്ല. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു സംവിധാനവും നമ്മുടെ മേഖലയിലുണ്ട്, നമ്മുടെ മുല്ലപ്പുഴയിലുണ്ട്. മുല്ലപ്പുഴ എന്ന് പറയുമ്പോഴേക്കും ഇതൊരു സർക്കാരിന്റെ സംവിധാനമാണ്. അപകടം ഉള്ളത് കൊണ്ടാണല്ലോ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു സംവിധാനത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്ഥിര സംവിധാനമായിട്ടാണ് നിങ്ങൾ അപകടം. ഇപ്പൊ ഈ മേഖലയിൽ അപകടമുണ്ട്, രക്ഷാപ്രവർത്തനം പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ടീം? ഇതിന്റെ ടീമിന്റെ ആവശ്യം. എത്ര ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത്? മുതലപ്പുഴയിൽ ഏകദേശം 86-ഓളായി, 86-ൽ കൂടുതൽ തന്നെയാണ്. അപകടം പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അത് ആ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കണം, അവരുടെ അടുത്ത് കാണും. കാരണം എങ്ങനെയാന്ന് വെച്ചാല് ഈ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഇവരുടെ അണ്ടറിലാണ്. ഇപ്പൊ ഇതിന്റെ ഡിസൈനിലുള്ള പ്രശ്നം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ IIT മദ്രാസ് ഇത് ഡിസൈൻ ചെയ്ത സമയത്ത് തൊട്ടിട്ട് പ്രശ്നങ്ങൾ, പിന്നെ വിഴിഞ്ഞം പോർട്ട് വന്ന സമയത്ത് അദാനിയുടെ കൺസ്ട്രക്ഷൻ ഈ പുഴയോട് ചേർന്ന് നിലനിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസൈൻ ശരിയല്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്താണ് അതിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് നമ്മളെ പോലുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് അത്ര മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടാണോ? മീറ്റിംഗ് നടത്തിയിട്ടല്ല ഇവരത് ഡിസൈൻ ചെയ്തത്. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആരുമായിട്ട് മീറ്റിംഗ് നടത്തിയിട്ടല്ല. അവര് ഡിസൈൻ ചെയ്തിട്ട് നമ്മളോട് അത് അവതരിപ്പിച്ചു. അവർ തന്നെ ഡിസൈൻ ചെയ്ത് എന്നിട്ട് അവർ ഇപ്പൊ വരുത്തിയിട്ടുള്ള മാറ്റവും ഓക്കെ. ആ മീറ്റിംഗിൽ നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോ അവരെന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചപ്പോഴേക്കും അതിന്റെ ഇപ്പൊ കാണുന്നതല്ല ആദ്യം അവർ കാണിച്ച ഡിസൈൻ. ഇപ്പൊ കാണുന്നതല്ല. ഇപ്പൊ ആദ്യം അവർ കാണിച്ച ഡിസൈൻ എന്ന് പറയുമ്പോഴേക്കും ഈ തെക്ക് വശത്ത് നിൽക്കുന്ന പുലിമുട്ടിൽ നിന്നും ഒരു 40-30 മീറ്റർ തെക്കോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുട്ടിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ചെയ്തു പോകുന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് 100 മീറ്റർ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വടക്കോട്ട് തിരിക്കുന്നു. അപ്പൊ ഇതെന്താണ് ഇങ്ങനെയല്ല വരേണ്ടത്, ഇതല്ല ഇവിടത്തേക്ക് വേണ്ടത്, ഇതല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞാൽ ഇല്ല, ഒരു കുഴപ്പവുമില്ല, ഇത് നമ്മള് പുലിമുട്ടിന്റെ മൗത്ത് തെക്കോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മണ്ണടി ഒന്നാവും. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു 100 മീറ്ററുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മണ്ണടിയത്തില്ല. ഇനി ഇതിനമ്മത്തിൽ മണ്ണടിയത്തില്ല. 100 മീറ്ററുടെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ മണ്ണടിയത്തില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ ചെയ്തത് 100 മീറ്റർ ഉള്ളിൽ കയറ്റിയിട്ട് വടക്കോട്ട് തിരിക്കുക എന്നുള്ളതാണ്. മൗത്ത് 146-40 മീറ്റർ മൗത്ത് ഉണ്ടാകും. ഇപ്പൊ നോക്കിയപ്പോഴേക്കാണ് വളരെ കുറച്ച് ഇവർ പറഞ്ഞ മൗത്തിന്റെ പകുതി പോലും ഇല്ല വീതി മൗത്തിന്റെ വീതി. പക്ഷെ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ തെക്കുവശത്തെ പുലിമുട്ടും വടക്കുവശത്തെ പുലിമുട്ടും കൂടെ നിൽക്കുന്ന നിലയ്ക്ക് ഇവരിപ്പോ ഇങ്ങനെ ഒരു ചെറിയൊരു വളവ് വളച്ചിട്ട് ഇതിന്റെ നേരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിനൊരു ആദ്യം അവർ പറഞ്ഞതിന്റെ പകുതി മൗത്ത് പോലും ഇല്ല. ഇത് കുറച്ചുകൂടെ ഒരു വടക്കോട്ട് നീട്ടുന്നു. ഇപ്പോഴും നടന്ന മീറ്റിങ്ങിലും അവരെ ഇത് തന്നെ കാണിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ളാകുമ്പോഴേക്കും ഈ ഭാഗം സേഫാണ്, സുരക്ഷിതമാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല, സേഫ് അല്ല ഞങ്ങൾക്ക്. ആദ്യത്തെ പ്ലാൻ കാണിച്ച സമയത്തും ആദ്യത്തെ മോഡൽ കാണിച്ച സമയത്തും നമ്മൾ അവരോടത്തും പറഞ്ഞത് ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ കടലിലോട്ട് ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ കടലിൽ ഈ പുലിമുട്ടിന്റെ മൗത്ത് തെക്കോട്ട് തിരിക്കുക, അതായത് ഇപ്പൊ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക. അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ 9 മാസം, അപ്പൊ ഞങ്ങളുടെ പറഞ്ഞാണ്
ഞാനും മീറ്റിംഗിൽ ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞാണ് 9 മാസം ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചതാണ്. ഉം. അപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങൾ 9 മാസം പഠിച്ചതല്ല, ഞങ്ങൾക്ക് നിങ്ങൾ 9 മാസം നിങ്ങൾ പഠിച്ച 9 മാസത്തെ പഠനം ഞങ്ങൾക്ക് വേണ്ട, അത് വേണ്ട. നിങ്ങൾ പഠിക്കാതെ പോയ 3 മാസം, ആ 3 മാസത്തെ പഠനം മതി. ഇവിടെ ഈ ഹാർബറിന് ആ 3 മാസത്തെ പഠനം മതി. ഇവര് ജൂൺ മുതൽ ഓഗസ്റ്റ് അവസാനം വരെയും ഇവിടെ പഠിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും ഇവിടെ പഠിച്ചിട്ടില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഈ 3 മാസവുമാണ് ഇവർ ഈ ഒഴിവാക്കിയിട്ടുള്ളത്. മൺസൂൺ 3 മാസം ഇവർ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 8 മാസം 9 മാസമാണ് ഇവർ പഠിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു 9 മാസം പഠിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവനെ പറഞ്ഞത് ഇങ്ങനെ 9 മാസം ഞങ്ങൾ പഠിച്ചത്. ഈ 9 മാസത്തെ പഠനം നോക്കിയപ്പോഴേയും കാണാം ഈ മൺസൂണിന്റെ 3 മാസവും ഇവരുടെ കയ്യിലില്ല. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് മൺസൂണിൽ തന്നെയാണ്. മൺസൂൺ സമയങ്ങളിൽ തന്നെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്, കാറ്റും മഴയൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത് മൊത്തവും ഈ അഞ്ചുതെങ്ങ് മാമ്പള്ളി ഈ മേഖലയിലുള്ളവർക്കാണ്. അവർക്ക് ഇങ്ങനെ അപകടം സംഭവിക്കേണ്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് തീരമില്ല. അവരുടെ വള്ളങ്ങള് ഏത് കാലത്ത് ഏത് നാളിലും 12 മാസവും അവരുടെ നാട്ടിൽ അവർക്ക് വെള്ളം പിടിച്ചു വെക്കേണ്ട സ്ഥലമില്ല, മണ്ണില്ല. അപ്പൊ അവര് തൽക്കാലം ചിലപ്പോ ഒരു 2-3 വള്ളങ്ങളൊക്കെ അവിടെ റോഡ് അരികിലാണ് കൊണ്ട് കയറ്റി വെക്കുന്നത്. അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ടല്ല, ഇതിന് ശേഷം തീരം പോയത്. അപ്പോ അവർക്ക് അവിടെ സ്ഥലം ഇല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് എപ്പോഴും ഈ ഹാർബറിൽ കൂടെ തന്നെ വരണം, ഇത് തന്നെ ആശ്രയിക്കേണ്ടി വരും. അവർക്ക് എപ്പോഴായിരുന്നാലും ശരി ഇത് തന്നെയാണ് അവിടെ, ഇതിൽ തന്നെ പോകാൻ പറ്റും, ഇവിടെ തന്നെ വരാനും പറ്റും. അപ്പോ ഇവര് രാത്രികളിൽ വരും. ചില സമയങ്ങളിൽ ഈ വലയും ലോഡും വെയിറ്റുമായിട്ടൊക്കെ വരുമ്പോഴേക്കും ഈ കാറ്റും ഇതിൻ്റെ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇവർ തിരിച്ചു വരുമ്പോഴേക്കും പെട്ടുപോകും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഭവിച്ചതെന്ന് പറയുമ്പോഴേക്കും 9 മണിക്കാണ് അവർക്കിത് സംഭവിക്കുന്നത്. അപ്പൊ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 12 മണി 1 മണിക്കെങ്കിലും കിട്ടിയിരുന്നാൽ ഈ രാത്രി പോകുന്നവരെ ഉച്ചയ്ക്ക് 12 മണി 1 മണിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ ഈ രാത്രിയിൽ ജോലിക്ക് പോകുന്നവർക്ക് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റും. അവർക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മള് അപ്പൊ ഇല്ലെങ്കിൽ അവരറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാറ്റുണ്ട്, ഇത്ര വേഗതയിൽ കാറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഇത് രാത്രിയിലാണ് വരണത്, അപ്പൊ നിങ്ങൾ പണിക്ക് പോകണ്ട. അല്ലാന്നുണ്ടെങ്കിൽ പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി അന്തരീക്ഷം മോശമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കുക. അപ്പൊ പണ്ടും ഈ ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാരെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, ഈ വർഷകാലങ്ങളിൽ അവർ പണിക്ക് പോയാൽ രാത്രി പണിക്ക് പോകുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറയും കടലിലെ ഇരുള് കിട്ടും, ഒരു ഇരുളുണ്ടാവും. അത് വലുതായിട്ടല്ല വരും, ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വരും. വന്നിട്ട് അടിയിൽ കൂടെ ഒരു മിന്നലുണ്ടാവും. ഇതിന്റെ ഇരുളിന്റെ അടിഭാഗത്ത് മിന്നലുണ്ടാവും. അപ്പൊ മനസ്സിലായിക്കൊള്ളണം ശക്തമായ കാറ്റ് വരുന്നു, പെട്ടെന്ന് തിരിച്ചു പോരാൻ നോക്കും. ഇത് ഞങ്ങൾക്ക് പണ്ട് ഞങ്ങളുടെ കൊച്ചും പ്രായത്തില് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴ് അതിന്റെ സിസ്റ്റങ്ങളൊക്കെ മാറി. കാരണം അന്ന് പ്രകൃതി എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അവർക്ക് അന്ന് മനസ്സിലാവും. പക്ഷെ ഇന്ന് മനസ്സിലാവില്ല. കാരണം സമയം തെറ്റി ഏതെങ്കിലും സമയത്തൊക്കെയാണ് പറഞ്ഞത്. പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇന്ന ദിവസങ്ങളിൽ ഇന്നതുണ്ടാവുമെന്ന് അന്ന് അവർ പറയുമ്പോഴേക്കും അതുണ്ടാവും. ഇപ്പൊ അങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല. വരുന്നതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നൊരു ഇരുളുണ്ടാവും, ടക്കുന്നൊരു കാറ്റുണ്ടാവും, കുറച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാവില്ല, കാണത്തില്ല, എല്ലാം ശാന്തമായിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാർക്ക് ഇത് അപ്പം കൂടുതലും പേര് ചെയ്യുന്നതെന്ന് പറയാമോ, ഇരുളിൽ വരുന്ന കാറ്റ് ഇത് ഇത്തിരി കഴിയുമ്പോഴേക്കും മാറും. ചിലപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഈ കാറ്റങ്ങ് തീരും. അപ്പൊ നമ്മൾ കിടക്കും, നമുക്ക് കിടന്നിട്ട് തീരം പണിയും ചെയ്തിട്ട് പോകാം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെന്ത് ചെയ്യുന്ന അറിയാമോ, ശക്തമായ കാറ്റ് വരുന്നുണ്ട്, കാറ്റ് വന്നു, പെട്ടെന്നാവട്ട് എല്ലാം ഒതുക്കി എല്ലാ മനുഷ്യരെ അകത്തിട്ട് അടച്ചിട്ടും നേരെ ഓടി കര വന്ന് കയറും. ഇങ്ങനെ 2 വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ മുന്നറിയിപ്പുകൾ കിട്ടുമല്ലോ നമുക്ക്. ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്, നമുക്ക് മെസ്സേജ് വരുന്നു എന്നൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ അറിയുന്നത്? ഈ പ്രശ്നങ്ങൾ മുന്നറിയിപ്പ് വരും. മുന്നറിയിപ്പ് വരുമ്പോഴേക്കും നമ്മൾ റിലയൻസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, സംവിധാനമുണ്ട്. ഇൻകോയ്സുമായിട്ട് ചേർന്ന ഒരു കാലാവസ്ഥ പ്രവചനം നടത്തും. കാലാവസ്ഥ പ്രവചനം നടത്തുമ്പോഴേക്കും ഇത്ര കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ട്, അപ്പൊ നിങ്ങൾ കടലിൽ പോകാൻ പാടില്ല.
ഈ മെസ്സേജ് കേട്ടിട്ട് നമ്മൾ കടപ്പുറത്ത് വരുമ്പോഴേക്കും ഗ്രൂപ്പുകളാണോ അതോ അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തർ വ്യക്തിപരമായിട്ട് തന്നെയാണ് ഈ മെസ്സേജ് SMS ആയിട്ടോ അതോ വാട്സപ്പ് ഇത് വോയിസ് ആയിട്ട് വരും, വോയിസ് കോൾ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മൾ നോക്കും. ഒന്നും കാണാനില്ല, ഇരുളിയില്ല, ഒന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, കാറ്റുമില്ല. ഇവര് കാറ്റ് വരണം എന്ന് പറയും. അപ്പൊ ഇപ്പോഴും കുറെ പേര് ഈ വിൻഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അവര് അവരുടെ ഫോണുകളിൽ തന്നെ അവർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കുമ്പോഴേക്കും കാറ്റിന്റെ വേഗതയും ഏത് ദിശയും ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാറ്റിന്റെ അവസ്ഥ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഒരിടത്ത് ചോദിക്കും, ഇന്ന് കാറ്റെങ്ങനെ? അപ്പോൾ അവർ പറയാം, ഇന്ന് ഇത്ര കിലോമീറ്റർ സ്പീഡുണ്ട് കാറ്റ്, ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം. അതിൽ തന്നെ അവർ പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ പറയും, ഇന്ന് രാത്രിയിൽ ഇത്ര മണിയാകുമ്പോഴേക്കും ഇത്ര രീതിക്ക് കാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് പോകണ്ട. അപ്പം ഇത് നോക്കാത്തവരും ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഉണ്ട്. അപ്പം ഇത് ഈ വിൻഡ് നോക്കി കാറ്റിന്റെ ദിശ മനസ്സിലാക്കാതെ കണ്ട് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ആപ്പ് നോക്കാതെ പണി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ആപ്പ് നോക്കുന്നത് കൊണ്ട് കുറെ പേര് അന്ന് പണിക്ക് പോയില്ല. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം പണിക്ക് പോകാനുള്ള ആൾക്കാർ പണിക്ക് പോയില്ല. അപ്പൊ ആപ്പ് നോക്കാത്ത ആൾക്കാരും അല്ലെങ്കിൽ നോക്കിയിട്ട് കാലാവസ്ഥയുടെ ആ നേരത്തെ ആ കണ്ടീഷൻ നോക്കിയിട്ട് അവര് ഒന്നുമില്ല, കാറ്റുമില്ല, ഒന്നുമില്ല, അങ്ങനെ പോയവരുണ്ട്. അപ്പൊ ഇതില് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയവരുണ്ട്, 11 മണിക്ക് പോയവരുണ്ട്, 12 മണിക്ക് പോയവരുണ്ട്, 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക് പോയവരുണ്ട് ഈ മുതലപ്പുഴയിൽ. അപ്പൊ ഇവർക്ക് ആർക്കും മുന്നറിയിപ്പ് എന്ന രീതിക്ക് ഒരു മെസ്സേജ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ ഈ പോകുന്നവര് വൈകുന്നേരം തന്നെ തിരികെ വരാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഈ അപകടം ഇപ്പൊ മുതലപ്പുഴയിലുണ്ടായ അപകടം ഉണ്ടല്ലോ, ആ അപകടം ഉണ്ടായ സമയത്ത് തന്നെ നമുക്ക് അവിടെ അപകടം ഉണ്ടായി എന്ന് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാവുമോ? കൂടെ വേറെ വള്ളങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സമയത്ത് എല്ലാവരും കൂടി ഈ ഇപ്പൊ അന്തരീക്ഷം മോശമാണെന്നുണ്ടെങ്കിൽ, മോശം കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുമല്ലോ. എല്ലാവരും വരുമ്പോഴേക്കുമാണ് ഇത് ഇപ്പൊ നമുക്ക് മുമ്പ് ഓടിയ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി അകത്ത് കയറി നമ്മുടെ ബാക്കിൽ നിന്ന് വന്ന വെള്ളം കാണാനില്ല. അപ്പോഴാണ് നമ്മൾ അലേർട്ടാണ്. നമ്മൾ അറിയുന്നത് അപ്പോഴാണ്. നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു വെള്ളം ഓടിയല്ലോ, നമ്മൾ കാരണം വരുന്നതെന്ന് പറയുന്നത് ആ ഇരുട്ട് സമയത്ത് വരുന്നത് ഒരു വേവലാതിയോടും കൂടിയാണ് കയറുന്നത്. എന്നും ഈ വേവലാതി എന്തൊക്കെയോ ഉണ്ടാവും. ഈ ഓടുന്ന ആൾക്കാർ ഒരു വേവലാതിയോടും കൂടിയാണ് ഇതിനകത്ത് കയറുന്നത്. ഈ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ഇവർ നോക്കുന്നത്. കാരണം കയറി ഉടനെ തന്നെ ഇതിന് പുലിമുട്ടിന്റെ മുമ്പോട്ട് വന്നിട്ട് ഉടനെ അവിടെ നമുക്ക് നിർത്തിയിട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ച് ഓടി മാറിയിട്ടേ നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ വെള്ളത്തിരിക്കുന്നവരായിരിക്കും, എഞ്ചിൻ ഓടിക്കുന്നവർ ഓടിച്ചുകൊണ്ടിരിക്കും, കൂടെ ഇരിക്കുന്നവരായിരിക്കും. ചില ബാക്കിൽ നിന്ന് ഒരു വെള്ളം വന്നല്ല, ആ വെള്ളം നോക്കുമ്പോഴേ വെള്ളത്തെ കാണാനില്ല. അവർ ചിലപ്പോൾ പറയണേ ഒരു വെള്ളം ബാക്കിൽ നിന്ന് വന്ന് ആ വെള്ളത്തിനെ കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിനി അങ്ങോട്ട് പോകാൻ പറ്റും. ഈ സമയങ്ങളിൽ നമ്മളുടെ വെള്ളം കൊണ്ട് നമുക്ക് തിരിച്ച് അവിടെ പോകാൻ പറ്റും. എന്നാ നമ്മളവിടെ പോവാണെങ്കിൽ നമ്മളും പെട്ടു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഒന്നെങ്കിൽ അവരൊന്ന് സ്റ്റേഷനിൽ അറിയിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാര്യം പറയും, ഇന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ മുതലപ്പുഴ ആ ഹാർബറിന്റെ അടുത്ത് തന്നെ ഈ സംവിധാനം ഉണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തെങ്കിലും എയ്ഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും അപകടം നടക്കുകയല്ലേ? അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോ ഈ വർഷം അവരൊരു ബോട്ട് സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് തീരുമാനിച്ചു. അത് സ്ഥിരമായിട്ട് കിടക്കാറില്ല, വല്ലപ്പോഴും ഈ പകൽ സമയങ്ങളിൽ അവിടെ വന്ന് കിടക്കും. രാത്രികളിൽ ചില സമയങ്ങളിൽ അവർ പാലത്തിന്റെ ആ ഭാഗത്ത് കെട്ടിയിട്ട് കിടക്കണത് കണ്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. രാത്രി പകല് കണ്ടിട്ടുണ്ട്. പകലവര് അവിടെ വന്നിട്ട് നങ്കൂരമിട്ട് അവിടെ കിടക്കാറുണ്ട്. രാത്രിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈ ബോട്ട് അവിടെ ഇല്ല, ഉറപ്പാണ്. ഈ ബോട്ട് അവിടെ ഇല്ല. കാരണം ഇത് കണ്ട് ആൾക്കാർ പോയി ഇവരോട് പോയി പറയുമ്പോഴേക്കും അവരത് പിന്നെ അവര് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും 2 ബോയ കൊടുത്തിട്ട് പറഞ്ഞെന്ന്, നിങ്ങൾ പോയി ഇത് വിട്ടുകൊടുത്തവരെ പോയി പിടിക്ക്, ഞങ്ങൾ ഫുഡ് കഴിക്കണം. അയ്യോ, ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നമ്മള് ഇവിടെ ഇപ്പൊ ഈ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്നവര് ഒരു തീപിടുത്തം ഉണ്ടെന്ന് കഴിഞ്ഞിരുന്നാൽ അപ്പോഴാണ് വെള്ളം നിറയ്ക്കാനും പിന്നെ ആൾക്കാർ യൂണിഫോം ഇടാനും ഇതിനു വേണ്ടിയിട്ട് പോകുന്നതാണെന്നാണ്. ഈ കടലിൽ മാത്രം
ഇവർക്ക് ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം, നിങ്ങൾ പോയി നോക്കും. അപ്പൊ ഈ അപകടം ഈ നടക്കും. സമയത്ത് അങ്ങനെ സംഭവിച്ചു. ഈ സമയത്താണ് ഈ സമയത്ത് ഈ 31-ാം തീയതി രാത്രിയിൽ അതാണ് സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡയറക്റ്റ് പോയി പറഞ്ഞവരോട് അവർ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 ബോയ തരാം, നിങ്ങൾ കൊണ്ട് ഇട്ട് കൊടുക്കും, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ്, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇത് രാത്രിയിലാണ് സംഭവിച്ചത്. രാത്രിയിലാണോ പകലാണോ അപകടങ്ങൾ കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്? രാത്രി തന്നെ. അപ്പൊ ഈ സംവിധാനം അവിടെ ഏറ്റവും ഉണ്ടാവേണ്ടത് മസ്റ്റായിട്ട് ഉണ്ടാവേണ്ടത് രാത്രിയല്ലേ? മസ്റ്റായിട്ട് ഉണ്ടാവണം. ഇതല്ല, സംവിധാനം വേറെ ഉണ്ടാവണം അവിടെ. അതെന്താ? ഇപ്പോ ഈ തിരയടിക്കുന്ന സ്ഥലമാണ്. തിരയടിക്കുന്ന സ്ഥലത്ത് ഇവരുടെ ഈ ബോട്ട്, അതായത് സാധാരണ ഞങ്ങൾ പണിക്ക് പോകുന്ന സ്ഥലം സെയിം ബോട്ടാണ് ഇവരവിടെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഇവർക്ക് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപകടം പറ്റി കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് കയറാം. ഒന്നുകിൽ ആ ഏരിയ കഴിഞ്ഞ് ഈ വെള്ളം മറണം, ഈ മറിഞ്ഞ വെള്ളം ആ ഏരിയ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പകലായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് റെസ്ക്യൂ ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ രാത്രിയിലൊക്കെ ആകുമ്പോഴേക്കും അതിന് ഈ തിര വന്ന് നമ്മുടെ ബോട്ടിൽ വീണാലും നമ്മുടെ ബോട്ട് മറിയാൻ പാടില്ല. അങ്ങനത്തെ വെള്ളമല്ല ഉപയോഗിക്കേണ്ടത്. സിസ്റ്റം ആ ബോട്ട് മാറണം. അതിൽ ഈ കിടക്കുന്ന സാധനം നല്ല ക്ലിയർ ആയി കാണേണ്ട ലൈറ്റ് ഉണ്ടായിരിക്കണം. ഞാളായിരുന്നാലും ശരി, ബോട്ടായിരുന്നാലും ശരി, കിടക്കുന്ന സ്ഥലം നല്ല ആ ലൊക്കേഷൻ ഫുള്ള് കാണേണ്ട രീതിക്കുള്ള ലൈറ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബോയ ഇട്ട് കൊടുക്കാനോ റോപ്പ് ഇട്ട് കൊടുക്കാനോ എന്ത് വേണമെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ കിടക്കുന്ന ആളെ വസ്തു കാണണം. അതൊന്നുമാണ്. പിന്നെ രണ്ടാമത്തത്, ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. തന്നെ ഈ 2 പുലിമുട്ടിന്റെ അറ്റത്ത് സാധാരണ ഈ മറ്റേ ഈ റിഫ്ലക്ടർ വയ്ക്കുന്ന അല്ലല്ല, ഒരു ചെറിയ 2-3 ആൾക്കാർക്ക് ഇരിക്കാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കൂടാരം പോലെ അവിടെ ചെയ്യണം. ഇവർക്ക് ഒരു 3 പേർക്ക് അവിടെ 2 സൈഡും 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതി. അപ്പൊ രാത്രിയിൽ ഇവരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുക. ഒരാൾ മതി, പക്ഷെ അവർക്ക് പേടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് 3 പേരൊക്കെ. ഈ 3 ആള് ഓരോ സൈഡ് 3 ആള് വീതം അവിടെ രാത്രിയിൽ ജോലിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 98% ഈ മരണസംഖ്യ ഒഴിവാക്കാം. അപകടം സംഭവിക്കും, പക്ഷെ മരണം ഒഴിവാക്കാം. അതിനകത്ത് നടക്കുന്നതിന്റെ 98% മരണം ഒഴിവാക്കാം. കാണുകയാണല്ലോ അല്ലേ? നമ്മൾ അവിടെ ഇവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംവിധാനങ്ങളുണ്ടല്ലോ, ഈ സംവിധാനങ്ങളോട് നിൽക്കും. ബോട്ട് മറിഞ്ഞു, അവർക്ക് ആ പൊസിഷൻ, ആ മറിഞ്ഞ ലൊക്കേഷനിൽ അവർക്ക് ലൈറ്റ് അടിച്ചിട്ട് ആൾക്കാർ എത്ര പേര് കിടക്കുന്നുണ്ട്, എവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അതനുസരിച്ച് അവർക്ക് വേറെ അവരിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കയ്യിലിരിക്കുന്ന ആ ബോയയോ റോപ്പോ എന്തെങ്കിലും എടുത്തിട്ട് കൊടുത്തിട്ട് അടിയില്ല, തിര അടിക്കാത്ത ഒരു ഭാഗം നോക്കി ഇവരെ വലിച്ച് എടുക്കാം. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് അവർക്ക് അറിയണമെന്നില്ല. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ അവരങ്ങനെ ചെയ്യാത്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയും ചെയ്യാം അവിടെ. ഈ സ്ഥലമായത് നമ്മൾ ഉൾക്കടലിലല്ല നമ്മുടെ ആൾക്കാർ മരിക്കുന്നത്. മുലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആൾക്കാർ മരിക്കുന്നത് ഉൾക്കടലിലല്ല, ഇതിനകത്താണ്. അത് ഭീകരാവസ്ഥയല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇത് നിർമ്മാണ പിഴവ് മൂലം സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീഴ് കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിനീയറെയും അതിന്റെ കോൺട്രാക്ടറെയും ഗവൺമെന്റ് വെറുതെ വിടും. ഇവിടെ ഇത്രയും ആൾക്കാർ മരിച്ചിട്ട് ഈ നിർമ്മാണം നടത്തിയ ഈ ഒരു കമ്പനിക്കെതിരെ ഇവർ എന്താ ആക്ഷൻ എടുത്തിട്ടുണ്ട്? ഒരു നടപടി എടുത്തിട്ടില്ല. ഈ പറയുന്ന ആളുകൾ ആരും അവരെ കുറ്റപ്പെടുത്തുന്ന പോലുമില്ല. അവരൊരു ചോദ്യം പോലും ചോദിക്കപ്പെടുന്നില്ല. ഒരു പാലം തകർന്നു വീണ എഞ്ചിനീയർ അറസ്റ്റില്, കോൺട്രാക്ടർ അറസ്റ്റില്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇത്രയും വലിയ 20 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. 20 വർഷം കൊണ്ടാണ് ഇവരിതിങ്ങനെ മാറി ചെയ്യുന്നത്. ഈ 20 വർഷത്തിനകത്ത് ഇതിനകത്തുള്ള ജോലിക്ക് പോയിട്ടുള്ളതിൽ ഇത്രയും ആൾക്കാർ മരിച്ചിട്ടുമുണ്ട്. ഏകദേശം 80-ൽ കൂടുതൽ ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് ഈ നിർമ്മാണം നടത്തിയ എഞ്ചിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ ഏത് കമ്പനിക്കെതിരെ ഈ സർക്കാർ ഒരു വാക്ക് പോലും ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. ഇത് ആരാണ് ഉത്തരവാദി? ഞങ്ങൾ ഉൾക്കടലിൽ വെച്ച് മരിച്ചു പോയെങ്കിൽ കുഴപ്പമില്ല. പ്രകൃതിക്ഷോഭം മൂലം ഞങ്ങൾ ഉൾക്കടലിൽ വെച്ച് മരിച്ചു. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങളുടെ മരണം നടക്കുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ ജീവനും കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹാർബർ എന്ന് പറഞ്ഞിട്ട് ഹാർബറിന് ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഞങ്ങൾക്ക് മരണം സംഭവിക്കുന്നത്. ഇതേ സമയത്ത് ഞങ്ങളുടെ ഇതിന്റെ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ എവിടെ കൊണ്ടാണ് ചെന്നാലും ശരി ആൾക്കാർ മരിക്കത്തില്ല.
ഹാർബർ അല്ല, ഇതിനകത്തല്ലാതെ ഇതിന്റെ തെക്കോ വടക്കോ എവിടെയെങ്കിലും ഈ വെള്ളം കൊണ്ട് അണച്ചു കഴിഞ്ഞിരുന്നാൽ ആൾ മരിക്കത്തില്ല. ഈ യാനം നഷ്ടപ്പെടുമായിരിക്കാം, ജീവൻ കിട്ടും. ഇതിനേക്കാളും ശക്തമായ കാറ്റിനും കടലിനും ഒക്കെ മറ്റുള്ള മേഖലകളിലൊക്കെ വെള്ളങ്ങളൊക്കെ അണയ്ക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് പറയാം, എൻ്റെ നാട്ടിലെന്ന് പറയുമ്പോഴേക്കും ഈ വർഷം 24 മണിക്കൂർ നേരം വെള്ളം അണച്ചുകൊണ്ടിരുന്നുണ്ട്. രാത്രി 12 മണിക്കും 10 മണിക്കും 8 മണി 1 മണിക്കും 2 മണിക്കും എല്ലാ സമയം ഈ കഴിഞ്ഞ ഈ കാറ്റ് വരുന്നതിന് മുമ്പത്തെ ദിവസം വരെ രാത്രി 10 മണി 11 മണിക്ക് വള്ളങ്ങൾ കൊണ്ട് അണയ്ക്ക തന്നെ. ഒരു ദിവസം എത്ര വള്ളങ്ങൾ പോയി വരുന്നുണ്ടാവും മുതലപ്പുഴയിലൂടെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര വള്ളമെന്നല്ല, മാമ്പള്ളി, അഞ്ചുതെങ്ങ്, താഴമ്പള്ളി, പൂത്ര, പെരുമാതുറ, പുതുക്കുറിച്ചി, മരിയനാട്, ഈ സെന്റ് ആൻഡ്രൂസ്, ഫാത്തിമാപുരം, വേളി, തുമ്പ, ഒരു 10 ഗ്രാമങ്ങളിലെ വള്ളങ്ങൾ അവിടെ കൂടെ പോകും. ഇതില് എല്ലാ വെള്ളവും പോകണമെന്നില്ല, പക്ഷെ 1000-ലധികം വള്ളങ്ങൾ അതിനകത്തുണ്ട്. എല്ലാ വെള്ളവും ജോലിക്ക് പോകണം, എല്ലാ സമയത്തും പോകണമെന്നില്ല. 500 കൂടുതൽ തന്നെ പോകും. ഏകദേശം 100-ൽ കൂടുതൽ മറ്റേ ഈ താങ്ങുവള്ളങ്ങൾ പണിക്ക് പോകുന്നു. അപ്പൊ 1000-ഓളം ഈ ചെറുവള്ളങ്ങൾ പണിക്ക് പോവുകയാണ്. അഞ്ചുതെങ്ങിലൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിലുള്ളതിനേക്കാൾ ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള അത്രയും വള്ളങ്ങൾ ആ ഒരു നാട്ടിലുണ്ടാവും. അതുപോലെ മാമ്പള്ളിയിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് വള്ളങ്ങളുണ്ട്. ആ ഒരുപാട് കുറേ എണ്ണം അതിനകത്ത് തന്നെ അടുപ്പുണ്ട്. അഞ്ചുതെങ്ങ്, മാമ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലത്തുള്ള എല്ലാ വള്ളങ്ങളും ഇതിനകത്താണ്. നമ്മുടെ നാട്ടിലുള്ളതും അതുപോലെ തന്നെ അങ്ങോട്ടുള്ളതും. വേളി വരെ ഉള്ള, പൂന്തറ വരെ ഉള്ള വള്ളങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ഈ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വള്ളങ്ങളുണ്ടായിരുന്നു. പൊഴി മൂടിപ്പോയി എന്ന് പറയും. അതിന് മുമ്പത്തെ വർഷം ഒരുപാട് വള്ളങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ആ പൊഴി മൂടിപ്പോയതിനു ശേഷമാണ് ഇവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനൊരു മടി. അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞിരുന്ന പിന്നെ മൂടിയാൽ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മടി കൊണ്ടിട്ടാണ് ഇപ്പൊ വരാത്തത്. പൂന്തറക്കാരധികം ഇങ്ങോട്ട് വരാത്തത്. ഇപ്പൊ ഈ മാറ്റം സംഭവിച്ച പണിത മാറ്റം ഉണ്ടല്ലോ, അതിന് പുതുക്കി നമ്മുടെ ഒരു ആവശ്യം അങ്ങനെയാണോ? ഈ സ്ട്രക്ചർ മുഴുവനും മാറ്റി പണിയണം എന്നുള്ളതാണോ നമ്മുടെ ആവശ്യം? നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് നമുക്ക് പോക്കുവരവ് സുരക്ഷിതമാകണം. ഉൾക്കടലിൽ എന്തും സംഭവിക്കാം. ഉൾക്കടലിൽ കാറ്റോ കടലോ ഉൾക്കടലിലും ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് സുരക്ഷിതമായ രീതിക്ക് ഞങ്ങൾക്ക് പോയി വരാൻ പറ്റണം. അതിന് ഇവര് നമ്മുടെ ഈ കടലെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇങ്ങനെ വടക്കോട്ട് മൗത്ത് തുറന്നു കൊടുക്കുമ്പോഴേക്കും ഈ വർഷകാലങ്ങളിൽ പോക്കുവരവ് ബാധിക്കും. എപ്പോഴും ഈ ശാന്തമായി കിടക്കണമെന്നില്ല കടൽ. ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരാഴ്ചത്തേക്കുള്ള കോളുണ്ടാവും. ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത്രയും ഈ തിരകളൊന്നും ഇതിനകത്ത് വന്നുകൊണ്ടേയിരിക്കും ഒരാഴ്ച. മറ്റേതാണെങ്കിൽ ഇത് തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ തെക്ക് വശത്ത് മൗത്ത് വന്നു കഴിഞ്ഞിരുന്നാൽ ഇത് ഒരാഴ്ച കോളുണ്ടായാലും നമുക്ക് പണിക്ക് പോകാം, ശാന്തമായിരിക്കും. എപ്പോഴും ഈ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കുണ്ടാവും. എങ്ങനെയായിരുന്നാലും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാർബറിൽ ഇങ്ങനെ തിരയടിക്കാൻ പാടില്ല. ഹാർബറെ സംബന്ധിച്ചിടത്തോളം തിരയടിക്കാൻ പാടില്ല. അത് ശാന്തമായി കിടക്കണം. അവിടെ നമുക്ക് പോകാനും വരാനും ഉള്ള ഒരു സ്മൂത്തായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഹാർബർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഈ മണ്ണടിയുന്ന പ്രശ്നം ഉണ്ടല്ലോ, അത് സ്ഥിരമായിട്ട് ഒരു ഡ്രഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയാറുണ്ടല്ലോ, അത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിറയൻകീഴ് മണ്ഡലം MLA-യും ബഹുമാനപ്പെട്ട മന്ത്രിയും മുതലപ്പുഴ സന്ദർശിച്ചിട്ട് അവർ പറഞ്ഞത് ഇതുടനെ ഡ്രഡ്ജിങ്ങിന്റെ ഏർപ്പാട് ഉടനെ ഉണ്ടാകാം. എപ്പോ? ജൂണിൽ തന്നെ അവർ ഡ്രഡ്ജിങ്ങിന്റെ സംവിധാനം ഉടനെ ഒരുക്കാം. ഡ്രഡ്ജർ കൊണ്ടുവരും, ഡ്രഡ്ജ് ചെയ്യാന്ന് പറയും. അപ്പൊ ഈ അപകടം നടന്ന സമയത്ത് ഡ്രഡ്ജിങ് നടന്നില്ല. ഡ്രഡ്ജിങ് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ MLA-യോട് ഞാൻ ചോദിച്ചു, എന്താ മാഡം ഇവിടെ നിങ്ങൾ മന്ത്രിയുമായിട്ട് വന്നപ്പോഴേക്കും ഈ ഡ്രഡ്ജിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഡ്രഡ്ജിങ് നടത്താത്തത്? അത് MLA പറഞ്ഞത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഡ്രഡ്ജിങ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വേറെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴേക്കും അവരും പറഞ്ഞത് തന്നെയാണ്. ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു MLA പറഞ്ഞു ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് നടന്ന സമയത്ത്
ഇങ്ങനെ 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞെന്നാണ് ഇവർ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ആ സമയത്ത് നമ്മുടെ ഈ അപകടം നടന്ന അതിന്റെ 1-ാം തീയതി ഞാൻ അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഈ മീറ്റിങ്ങിലുണ്ടായിരുന്നു? ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞായിട്ട് അറിയാമോ? ഇല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനും ഒരു ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിക്കുകയാണ്. അപ്പം അവർ തിരക്കായതാണ്, എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ പറയാം, ഏത് മത്സ്യത്തൊഴിലാളിയാണ് ഈ മുതലപ്പൊഴി ഡ്രഡ്ജ് ചെയ്യണ്ട എന്ന് പറയും? ഈ 3 മാസം നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈ 3 മാസവും ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം ഉണ്ട് അവിടെ. ഈ 3 മാസം അവിടെ ഡ്രഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജൂണിൽ ഡ്രഡ്ജർ വരുമെന്ന് പറയുകയും എന്നിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി ആയപ്പോഴേക്കും പറയാണ് മത്സ്യത്തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയങ്ങളിൽ ഡ്രഡ്ജിങ് വേണ്ടെന്ന് ഒരു മത്സ്യത്തൊഴിലാളികളും പറയില്ല എന്നുള്ള ഞങ്ങൾക്ക് നല്ല വിശ്വാസം. കാരണം ഈ സമയങ്ങളിലാണ് ഇവിടുത്തെ ആഴം വേണ്ടതെന്നുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം. കടലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇതിലെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഴം വേണം. പക്ഷെ ഇവിടെ ഈ ഡ്രഡ്ജിങ് വേണ്ട എന്ന് ഒരു മത്സ്യത്തൊഴിലാളികളും പറയത്തില്ല. ഏത് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞാലും നമുക്ക് ഇതുവരെ അറിയത്തില്ല. മുതലപ്പുഴയിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന ഗ്രാമങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനുള്ള സാധ്യത ഉണ്ടോ? പോകാൻ പറ്റുമോ? എങ്ങനെയാ? ഡയറക്റ്റ് തിരമുറിച്ച് തന്നെ പോകണം. പക്ഷെ എല്ലാ തീരത്തും അത് പറ്റില്ല. എല്ലാ തീരത്തും പറ്റുന്നില്ല. ഇവിടെ ഈ മുതലപ്പുഴയിൽ പുലിമുട്ട് ഇടുന്നതിന് മുമ്പ് ഇതെല്ലാ തീരവും അങ്ങനെ ആയിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കൊല്ലം ഹാർബർ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വിഴിഞ്ഞ ഹാർബറും ഇത് ഉപയോഗിക്കാറ് വളരെ കുറച്ച് പേര്, വളരെ തുച്ഛമായവർ. ബാക്കി എല്ലാവരും അവരവരുടെ തീരത്തുനിന്ന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും ഇത് വന്നപ്പോഴേക്കാണ് അവർക്ക് തീരമില്ലാതായി. ഇവർക്ക് തീരം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇവിടെ വള്ളങ്ങള് ഇവിടെ ഇങ്ങോട്ട് വടക്കോട്ട് തീരം നഷ്ടപ്പെട്ടവർക്ക് വെള്ളം അവിടെ തീരത്ത് പിടിക്കാൻ പറ്റാതായി തെക്കോട്ട് തീരം വെച്ചു. പക്ഷെ അവിടെ വള്ളങ്ങള് അവർക്ക് കറക്റ്റ് പൊസിഷനിൽ ഓട്ടിച്ച് നിർത്തിയിട്ട് ഈ കടലിന്റെ നിരപ്പ് നോക്കി വള്ളം അവർക്ക് തിരമുറിച്ച് പുറപ്പെടാൻ പറ്റാതെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട്. ചില സമയങ്ങളിൽ ഒരു സൈഡ് ചെറിയ ഈ കുഴി പോലെ കിടക്കും, അപ്പുറത്ത് തിട്ട പോലെ ആയി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വെള്ളം നമ്മൾ നിരപ്പ് കടലിലെ നിരപ്പ് കൊണ്ട് ഇവിടെ നിന്ന് ഓടുമ്പോഴേക്കും ഇവിടെ നിന്ന് ഈ കുഴിയിൽ നിന്ന് നമ്മൾ വെള്ളം ഓടുമ്പോഴേക്കും ആ തിട്ടയിൽ പിടിച്ചെന്ന് എഞ്ചിനെ പേടിച്ചിട്ട് വെള്ളം ഓടും. അങ്ങനെ കിടക്കുമ്പോഴേക്കും അവിടെ നിന്ന് തിര വരും, അടിക്കും, വെള്ളത്തെ കമത്തും, എഞ്ചിനോടിക്കും, ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെ പലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പുലിമുട്ട് വരുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോഴേക്കും നീളത്തിനങ്ങ് കിടക്കും. മറ്റേ ഈ റോഡ് പോലെ അങ്ങോരെ കിടക്കും എല്ലാ ദൂരവും. കിലോമീറ്റർ അനുസരിച്ച് കിലോമീറ്ററുകളോളം നമുക്ക് വള്ളങ്ങൾ ഓടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് പോയി. അപ്പൊ അതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ രാവിലെ നമ്മൾ കടപ്പുറത്ത് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത്ര വെള്ളം നമ്മൾ നോക്കുമ്പോഴേ ഇത്ര വെള്ളം ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കും. അത് തിരമുറിച്ച് പുറപ്പെടാൻ വേണ്ടിയിട്ട് അത് കാണാൻ പറ്റും. രാവിലെ നമ്മൾ ഈ സമയങ്ങളിൽ നമ്മൾ രാവിലെ കടപ്പുറത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ നിരന്നിങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ അതേ ഇല്ല. ഇപ്പൊ അങ്ങനെയല്ല. ഈ നമ്മൾ കടലിൽ പോകുമ്പോഴേ ഈ വയർലെസ് ഒക്കെ കൊണ്ടുപോകുമല്ലോ, പുതിയ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. എത്ര ഉള്ളിലേക്ക് വരെ നമുക്ക് ഇത് പ്രവർത്തിക്കാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ കരയിൽ എങ്ങനെയൊക്കെ അറിയിക്കാൻ പറ്റുക? കരയിൽ അറിയിക്കാൻ പറ്റത്തില്ല. വേറെ വള്ളങ്ങളിലേക്ക് ഉൾക്കടലിലായിരുന്നാല് നമുക്ക് കരയിൽ അറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു 10-15 കിലോമീറ്ററിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ കരയിൽ വിളിക്കുമ്പോഴേക്ക് നമുക്ക് മൊബൈൽ റേഞ്ച് കിട്ടുന്നുണ്ട്. മൊബൈൽ റേഞ്ച് ചില സമയങ്ങളിൽ ചില സിമ്മുകൾ അടുത്ത് കിടക്കുന്ന ഒരു വള്ളത്തിൽ നമുക്ക് ഇങ്ങനെ എനിക്ക് അയാളെ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, കിട്ടത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കരയിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത. പിന്നെ ഈ വയർലെസ്സിൽ കുറെ ദൂരം വരെ കിട്ടും. അതിന്റെ സെറ്റിന്റെ അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ വാക്കി ടോക്കി ഉപയോഗിക്കാറുണ്ട്, ചില ആൾക്കാർ കുറച്ചുകൂടെ വലുത് ഉപയോഗിക്കും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട്, കുറച്ചുകൂടെ ലോങ് ഉണ്ട്. അപ്പൊ 50 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്നൊക്കെ അവർ പറയും. കിലോമീറ്റർ ദൂരം കിട്ടുമെന്ന് നമ്മൾ വാങ്ങുമ്പോഴേക്കും പറയും. അപ്പൊ അത് അത്രയൊന്നും കിട്ടത്തില്ല. ഓടിപ്പോയാൽ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഏറിയാ ചിലപ്പോൾ 25-30 കിലോമീറ്റർ കിട്ടുമായിരിക്കും. അത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വയർലെസ്സിലൂടെ പറയുമ്പോഴേക്കും ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ കേൾക്കും. ഇവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, അവിടെ ഇതിലൊരു ലൈൻ ഉണ്ട്.
അപ്പൊ ഇതിലൂടെ ഇവർ സംസാരിച്ചാൽ എല്ലാവർക്കും കിട്ടും. ആ ലൈനിൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വിഷയം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈനിൽ കയറി അവരോട് സംസാരിക്കണം. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ലൈനാണ്. അത് നമ്മൾ ആരും ഉപയോഗിക്കത്തില്ല. അത് അവർക്കുള്ള ലൈനാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ കയറി അവരുടെ അടുത്ത് കാര്യം പറയാം. ഓക്കെ. ഈ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ പട്രോളിംഗ് കടലില് ഇല്ല, ഒട്ടുമില്ല. നമുക്ക് കോസ്റ്റ് ഗാർഡിനെ ഡയറക്റ്റ് അറിയിക്കാനോ അല്ലെങ്കിൽ നേവി അങ്ങനെ എന്തെങ്കിലും സംവിധാനം, പോലീസ് അങ്ങനെ ഒന്നും സമയം ഇതിപ്പോ നമ്മളെ അറിയിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ ഒരു വിഷയം മാത്രമാണ്. ഈ വയർലെസ്സിൽ ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. ആ നമ്പറിൽ കയറിയിട്ട് വിളിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഇവർക്ക് നേവിക്കോ കൂടുതൽ അത് നേവിക്കാണ് അത് പോകുന്നത്. നേവിയുമായിട്ട് സംസാരിക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ. അല്ല കോസ്റ്റ് ഗാർഡുമായിട്ട് നമുക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റത്തില്ല. പിന്നെ പെട്രോളിംഗ് തീരെയില്ല. ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നോ? ഒരു കാലത്തില്ല. അങ്ങനെ പെട്രോളിംഗ് നടക്കും. ഈ മറ്റേ ട്രോളിംഗ് ബോട്ടുകളോ ഈ മറ്റേ കൊല്ലുവള്ളങ്ങളോ അനധികൃതമായ മത്സ്യബന്ധനങ്ങൾ നടത്തുമ്പോഴേക്കും അതിനുവേണ്ടി നമ്മൾ ആരെങ്കിലും ഒക്കെ ഇവരെ വിളിച്ച് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴേക്കും 10 പ്രാവശ്യം വിളിച്ച് പറയുമ്പോഴേക്കും ഒരു പ്രാവശ്യം ചിലപ്പോൾ അവരിറക്കി ഇങ്ങനെ ഒന്നൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകാറുണ്ട്. ഇതാണ് അവരുടെ പെട്രോളിംഗ്. നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ഈ പെട്രോളിംഗ് അല്ല നമുക്ക് ആവശ്യം. നമുക്ക് പെട്രോളിംഗ് വേണ്ടതെന്ന് പറയുമ്പോൾ ഈ കാലാവസ്ഥ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല ഇവർക്കുണ്ട്. ഇപ്പൊ ഇവർ ഇറങ്ങുക, ആ സമയങ്ങളിൽ മുന്നറിയിപ്പുണ്ട്, ഇറങ്ങുക, ശക്തമായ കാറ്റ് വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് കടലിൽ കിടക്കുന്നവരുടെ അടുത്ത് പറയുക, ഇൻഫോം ചെയ്യണം. കാലാവസ്ഥ നമുക്ക് ഈ മോശം കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞു, ഇവർക്ക് ഇനിയിപ്പോൾ ഒരിടത്തും പോകാൻ പറ്റത്തില്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഈ പട്രോളിങ്ങിന്റെ സംവിധാനം പറഞ്ഞതുപോലെ ഈ മറൈൻ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ? ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് പുല്ലുള്ള ഈ അപകടം സംഭവിച്ചപ്പോഴേക്കും ഇതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ സംസാരിച്ചത്. അവിടെ വിഷയമായത്. അന്ന് അവരുടെ അടുത്ത് ബോട്ടിറക്കാൻ, ഈ ആംബുലൻസ് ഇറക്കാൻ പറഞ്ഞപ്പോഴേക്കും അവിടെ വണ്ടിയിൽ അവിടെ ബോട്ടിൽ ഡീസലില്ല, എണ്ണയില്ല. അപ്പോൾ വിഴിഞ്ഞത്തുകാർ പറയുണ്ടായി, ഒരു ഡോക്ടർ, 2 നഴ്സുമാർ, 10-15 സ്റ്റാഫുകൾ, എല്ലാവരും കൂടെ ഇതിന് വേണ്ടിയിട്ട് 10 ബെഡുകളുള്ള ഒരു ആംബുലൻസാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. വളരെ ഒരു 4-5 കോടി രൂപ മുടക്കി ഇവര് ഇങ്ങനെ ഒരു ആംബുലൻസ് ഇറക്കി. കടലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ ഉടനെ തന്നെ ഇവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്ത്, ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കൊടുത്ത് ആൾക്കാരെ കരയെത്തിക്കാൻ വേണ്ടി ഇറക്കിയ ബോട്ടാണ്. ഇന്ന് വരെയും ആ ബോട്ട് വെള്ളത്തിലിറക്കി തിരിച്ച് ഹാർബറിന് പുറത്തു പോയിട്ടില്ല. അപ്പൊ അതിന്റെ സ്റ്റാഫും അതൊക്കെ വെറുതെ ഇത്രയും നാൾ വരെയും ഏകദേശം കഴിഞ്ഞ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ എന്ന സമയത്താണെന്ന് തോന്നുന്നത് ഇറക്കിയത്. ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടില്ല. ഓഖിക്ക് ശേഷമാണ് ഇതിറക്കിയത്. കാരണം ഇവർ പുറത്തോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ഇവരെ കൊണ്ട് അതിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കൊണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കടൽ ചുരുക്ക് കാരണം ഇവർ ഛർദ്ദിച്ച് തലയിറങ്ങുകയും പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, കൊണ്ട് തിരിച്ചു പോവാം. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാർ വേണ്ടേ അല്ലേ? അതാണ് സംവിധാനം. നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴേക്കും നമ്മളും മനുഷ്യരാണ്. കരയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരെ പോലെ തന്നെയാണ് അവർക്കുള്ള അവകാശം നമുക്കും ഉണ്ട്. അവർക്ക് എന്താ അവകാശമുണ്ട് അതുപോലത്തെ അവകാശം നമുക്കുണ്ട്. നമ്മുടെ ജോലി കടലിലായി. അവർ കരയിൽ ജോലി ചെയ്യുന്നു, ഞങ്ങൾ കടലിൽ ജോലി ചെയ്യും. അപ്പം കടലിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ അവകാശങ്ങളില്ലേ. കരയിൽ ഒരാൾ മിസ്സായി കഴിഞ്ഞാലോ ഒരാൾ മരിച്ചു പോയാലോ കിട്ടുന്ന പരിഗണന പോലും കടലിൽ പോകുന്നവർക്ക് കൊടുക്കേണ്ടെന്നാണോ? അപ്പം ഇത് രണ്ടമ്മ നയമല്ലേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്? നമ്മൾ ചോദിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ കരയിൽ എന്തുമാത്രം ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാർബാർ ഒരു ലോറി അപകടം ഉണ്ടായി. കാർബാറിൽ ലോറി അപകടം ഉണ്ടായി. അവിടെ 3 സർക്കാരും ഒരു സ്വകാര്യ സംഘടനയും ചേർന്നിട്ടാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. എത്ര ദിവസം ചേറലും ചെളിയിലും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. എന്നിട്ട് അവരത് കണ്ടുപിടിച്ചു. അപ്പം അവർക്ക് അത്രയും പരിഗണന കൊടുക്കുമ്പോഴേക്കും നമ്മൾ അത്രയും മോശക്കാരാണ്. പറഞ്ഞാൽ MSC എൽസ 3 അതവിടെ മുങ്ങിയ സമയത്ത് അതിൽ 24-25 ആൾക്കാരുണ്ടായിരുന്നു. അതിപ്പം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വളരെ മോശമാണ്.
ഇത് ഒറ്റ ദിവസം ഒരു രാത്രി കൊണ്ട് അത് തീർന്നു. മറ്റേന്ന് പറയുമ്പോഴേക്ക് 2-3-4 ദിവസം ആ കാലാവസ്ഥ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ആർക്കും ഒരിടത്തും പോകാൻ പറ്റാത്ത ആ കാലാവസ്ഥയിൽ പോലും രക്ഷപ്പെടുത്തി അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം വന്ന കാറ്റിന് രണ്ടാമത്തെ ദിവസം ഇല്ല, രണ്ടാമത്തെ ശാന്തമായി കിടക്കാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പൊ അതാണ് നമ്മുടെ സർക്കാർ. നമുക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇന്നും വന്നിട്ടുണ്ട്, ഇന്നലെയും വന്നിട്ടുണ്ട്. 4-ാം തീയതി പറയാണ് 4-ാം തീയതി പണിക്കൊണ്ടാന്ന്. അത് 4-ാം തീയതി പണിക്കൊണ്ടാന്ന് 4-ാം തീയതിയാണ് പറയുന്നത്. 3-ാം തീയതി പറയാണ് 3-ാം തീയതി പണിക്കൊണ്ടാന്ന്. ഇന്നും പറയുന്നു ഇന്നും പണിക്കൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രവചനം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ഒരു മാസത്തിൽ 20 ദിവസം പണിക്കുവാതിട്ട് 10 ദിവസം പണിക്കുവാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ 1/2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ കടലിൽ. 1/2 കിലോമീറ്റർ പോലും കാണത്തില്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ കടലിൽ. ഇന്നത്തെ ഇവർ പ്രവചിച്ച കാലാവസ്ഥയും ഇപ്പോഴത്തെ ഈ അവസ്ഥയും നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പക്ഷെ ഇതാണ് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോഴേക്കും കൃത്യമായ ഒരു മുന്നറിയിപ്പ്. 24 മണിക്കൂർ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. കടലിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഒന്നുകിൽ 12 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഏറിയ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ സമയത്തിനുള്ളിലുള്ള നമുക്ക് ഈ കാലാവസ്ഥയുടെ റിപ്പോർട്ട് വരും. ഞങ്ങൾക്കറിയാം, ഞങ്ങളിന്ന് ഇവിടുന്ന് 3 മണിക്ക് വെള്ളം ഇറക്കി പോയിട്ട് രാവിലെ 7:30 മണിക്ക് അണച്ചിട്ടുണ്ട്. മീനുമുണ്ട്. ചൂണ്ടപ്പണി ചെയ്യുമ്പോഴേക്കും രാവിലെ 7-7:30 മണി 8 മണിക്ക് ഉള്ളിൽ ഞങ്ങൾ മീനും കൊണ്ട് കരയിൽ വന്നിട്ടുണ്ട്. 3 മണിക്കൂടെ ഇറക്കി പോകും. അപ്പോൾ അത് പണി എത്ര സമയം പറയാം? 1 മണിക്കൂർ നേരത്തെ, ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ പണിയിൽ അന്ന് ഒരു 10-25-30 വർഷത്തിന് മുമ്പ്, 25 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. ഈ 3/4 മണിക്കൂർ നേരത്തെ പണിയിൽ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് 500,000 രൂപ ഡെയിലി ഷെയർ കിട്ടും. സമയം ഇതാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തെ ജോലി. ഇപ്പൊ അത് കിട്ടുന്നില്ല, ഇപ്പൊ പോകുന്നില്ല. കാരണം ആ ജോലിക്ക് അത്രയും സ്പീഡും കൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കാലാവസ്ഥ കൃത്യമാണെന്നുണ്ടെങ്കിൽ പറ്റും. നമ്മളുടെ ജോലിയും അതുപോലെ കൃത്യമായിട്ട് ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് തിരിച്ചു വരാൻ പറ്റും. അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുകയും വരെയും ചെയ്യുന്നത്. അന്ന് 1 എഞ്ചിൻ വെച്ച് പോയെന്നുണ്ടെങ്കിൽ ഇന്ന് ഡബിൾ എഞ്ചിൻ വെച്ച് പോകും. 2 എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാലാവസ്ഥ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ ഞങ്ങൾ കടലിൽ ജോലി ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും സമയം കൊണ്ട് ജോലി ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരും. നമുക്ക് ഈ അന്തരീക്ഷം മാറുന്നത് വരെയും അതിൻ്റെ ആ പ്രകൃതിയുടെ ആ മാറ്റം ഞങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ സാധിക്കും. അപ്പം നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ കറക്റ്റായി അത് പറ്റുമേ, അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ അല്ലേ. പക്ഷെ ഇതെല്ലാം ചെയ്യാമെന്നുള്ളവർക്ക് ചൊവ്വയിലും ചന്ദ്രനിലും ആളവരെ വിടാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വരുന്ന കാറ്റിനെയും ഈ മഴയുടെയും കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം പ്രവചിക്കാൻ അവരെ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യവും ചെയ്യാം. കൃത്യമായുള്ള വിവരങ്ങൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ അവർ ചെയ്യുന്നില്ല. ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കും. ചെയ്യുന്നില്ല. ഇതിന് സംവിധാനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവർ അതിൻ്റെ മറ്റേ ടീമുകളും അതിനുള്ള വസ്തുക്കളും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതായിരിക്കാം. ഞാൻ ആളെ പറയുന്നില്ല, ഒരാൾ പറയുകയുണ്ടായി, ഈ ചെറുകിട മത്സ്യത്തൊഴിലാളികളെ കുറച്ചിട്ട് ഈ കുറഞ്ഞ യാനം ഉപയോഗിച്ച് തോന മീൻ പിടിക്കുക എന്നുള്ളത് ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലത്തെ എന്തെങ്കിലും തീരുമാനങ്ങൾ പിന്നീട് ഇനി വരുന്ന സർക്കാരിന് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കുറച്ച് ആൾക്കാരെ മത്സ്യത്തൊഴിലാളികളെ കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ചെറുകിട മത്സ്യത്തൊഴിലാളികളെ കുറയ്ക്കുക, ചെറുവള്ളങ്ങളെയും ചെറു മത്സ്യത്തൊഴിലാളികളെയും കുറച്ചിട്ട് വലിയ യാനങ്ങൾ ഉപയോഗിക്കുക, തോന മീൻ പിടിക്കുക, അവർക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുക. പക്ഷെ മത്സ്യത്തൊഴിലാളികളെ കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണോ ഇതിൽ ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. 5-10 ഇങ്ങനെ ഓരോ മേഖലയിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ.
ഇപ്പോൾ ഞാൻ 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 ചത്തു കഴിഞ്ഞിരുന്നാൽ എൻ്റെ മകൻ കടലിൽ പോകത്തില്ല. കാരണം ഇന്ന് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ മക്കളെ അപ്പോഴെങ്കിലും വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാ മത്സ്യത്തൊഴിലാളികളും ചെയ്യുന്നതാണ്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാതിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചത്തു കഴിഞ്ഞിരുന്നാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും കടലിലില്ല. എൻ്റെ അപ്പൻ ചെത്തുന്നുണ്ടെങ്കിൽ ഞാൻ കടലിലുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ തലമുറയിൽ, ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയിൽ അതാണ് നടന്നിരുന്നത്. അച്ഛൻ ചത്തു, ചേട്ടൻ ചത്ത്, അതിനിപ്പോൾ ഞാൻ എന്തിരി അവർ ചെത്തെങ്കിൽ അവർ പോട്ടെ, ഞാൻ എൻ്റെ ജോലി പോകും. അവരും കടലിലാണ് പോണത്. അപ്പം കടലിൽ പോയി മരിച്ചു, അടക്കം കഴിഞ്ഞു, അത് തീർന്നു. ചേട്ടൻ കടലിൽ പോയി മരിച്ചു, അതും കഴിഞ്ഞു, അത് തീർന്നു. അനിയനും പോകുന്നുണ്ട്. കാരണം കടൽ വിട്ട വേറെ ജീവിതമില്ല. ഞങ്ങളുടെ സമൂഹത്തിന് കടലാണ് ഞങ്ങളുടെ ജീവിതം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേറെ പല മേഖലകളും കിട്ടുമായിരിക്കാം. ഞങ്ങളുടെ മേഖലയിൽ ഒരു 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 പിയൂണ് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, സർവീസിലിരിക്കുമ്പോൾ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ പോവാം. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെ പോരാ. ഞങ്ങളുടെ അച്ഛൻ കടലിൽ മരിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ കടലിൽ തന്നെ ഇരിച്ചിരുന്നാൽ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പോകും കടലിൽ. ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം, ഞങ്ങളുടെ സമൂഹം ചെയ്തു വരുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കടലിൽ പോകണ്ട, നിങ്ങളുടെ അച്ഛൻ മരിച്ച് നീ കടലിൽ പോകണ്ട, നീ കരയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു സംവിധാനം പോലും നമ്മളെ സഹായിച്ചിട്ടുമില്ല. ഞങ്ങളുടെ സമൂഹത്തെ സഹായിച്ചിട്ടുമില്ല. ആരും വന്ന് പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ആരും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളിനി കടലിൽ പോകണ്ട, നിങ്ങൾക്ക് ഇനി കരയിലൊരു ജോലി തരാം, നിങ്ങൾ അത് ചെയ്യും, അല്ലാതെ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കി തരാം, നിങ്ങൾ ഇവിടെ നിന്ന് ജോലി ചെയ്താൽ മതി എന്ന് ഞങ്ങളുടെ സമൂഹത്തിനോട് ആരും പറഞ്ഞിട്ടില്ല. അവർ ചിലപ്പോൾ ഈ മരിച്ചുപോയവൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഒരു 10-15-20 ലക്ഷം രൂപ കൊടുക്കും. എന്നിട്ട് പിന്നെ നീ കടലിൽ ജോലി ചെയ്താലും കൊള്ളാം, ഇത് വെച്ചും കൊണ്ട് ഇപ്പോൾ പെട്ടിക്കടയോ മിഠായി കടയോ എന്തെങ്കിലും നടത്തി ജീവിച്ചാലും കൊള്ളാം. ഇതാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യർക്ക് കിട്ടുന്ന പരിഗണന നമുക്ക് കിട്ടണം. അവർക്ക് എന്തൊക്കെ പരിഗണനകൾ നിങ്ങൾ ചെയ്യുന്നു അതേ പരിഗണന കടലിൽ ജോലി ചെയ്യണവനും കിട്ടണം. കടലിൽ പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ എന്തെങ്കിലും മഴയോ കാറ്റോ ഇടിയോ മിന്നലോ വന്നു കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കുവാനോ പോയി മറഞ്ഞിരിക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഞങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ ഏതൊരു സ്ഥലവും ഇല്ല. വരുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ നേരെ മേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. മഴയായിരുന്നാലും വെയിലായിരുന്നാലും കാറ്റായിരുന്നാലും കടലായിരുന്നാലും ഇടിയായിരുന്നാലും മിന്നലായിരുന്നാലും ശരി, ഞങ്ങളെ വള്ളത്തിരുന്ന് അത് വാങ്ങിച്ചിട്ട് തന്നെ ഞങ്ങൾ. പക്ഷേ അതിനകത്ത് ഒളിച്ചിരിക്കാൻ യാതൊരു സ്ഥലവും ഇല്ല. കരയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റോ മഴയോ വന്നു കഴിഞ്ഞിരുന്നാൽ ഏതെങ്കിലും ഭാഗത്ത് അവർക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റും. ഇടിയോ മിന്നലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്ത് മാറാൻ പറ്റും. ഞങ്ങൾക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഇടി വന്നിരുന്നാലും ശരി, ഞങ്ങളുടെ തലയിൽ വീണമെങ്കിൽ വീഴത്തന്നെ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. എല്ലാം അവിടെ തന്നെയാണ്. ഞങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെയാണ് ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഒരു മറ്റേ എന്തോന്ന് ഇവിടെ പറയാറുണ്ടല്ലോ, ഇസ്രായേലിലൊക്കെ ഇവർ ഈ ബോംബ് സാറൻ വന്നു കഴിഞ്ഞിരുന്ന ബങ്കറിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ യാതൊരു ബങ്കറും ഇല്ല. ശരിക്കും പോലെ തണലിനൊരു മരം പോലും അതിനകത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. കാലാവസ്ഥ നമുക്ക് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്ര മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക്, അല്ലെങ്കിൽ 2 മണിക്ക്, ഈ സമയങ്ങളിൽ ഇത്ര വേഗത്തിൽ കാറ്റ് ഇവിടെ വരും, ഇന്ന സ്ഥലത്ത് വരും എന്നറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇത്ര സമയത്ത് അവിടെ ഇത്ര സമയത്തിനുള്ളിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര സമയം വരെ നമുക്ക് പണി ചെയ്യാം, എന്നിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. ഇത് കറക്റ്റ് ചെയ്തിട്ടാണ് വരും. അത്രയും സമയം അവൻ്റെ സമയമുണ്ട്. ഇവിടെ നിന്ന് ഇത്ര സമയം എടുക്കും ഞങ്ങൾക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ നമ്മൾ അവിടെ പോകാൻ വേണ്ടി. അപ്പോൾ 1 മണിക്കൂർ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? സാധാരണ 3 മണിക്ക് പോകേണ്ടവൻ 2 മണിക്ക് 2 മണിക്ക് പോയിട്ട് അവിടെ പണി ചെയ്തിട്ട് 4 മണിക്ക് കാറ്റ് വരുന്നതിന് അവിടെ നിന്ന് 3 മണിക്ക് തിരിച്ചു വിടും. ആ 1 മണിക്കൂറിന് മുമ്പ് അവൻ വീട്ടിലെത്തും. പിന്നെ കാറ്റ് വരട്ടെ, അവനെ രക്ഷപ്പെട്ടു. അവൻ്റെ ജോലി നടന്ന് അവൻ ജീവനോടെ തിരിച്ചും സുരക്ഷിതം. ഇതാണ് വേണ്ട.